ജോഷില, ഇന്നിപ്പോൾ നമ്മൾ കേട്ട ഈ വാക്കുകൾ, ആ വാക്കുകൾ നമുക്കറിയാം അത്ര കണ്ട് അവരുടെ മനസ്സിൽ നിന്നും, അങ്ങനെ ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് വന്ന വാക്കുകളായിരുന്നു. അവരുടെ മനസ്സിലെ സന്തോഷം അതെല്ലാം നമ്മൾ കണ്ട്, ഇന്ന് ജോഷിലെ അതെല്ലാം നേരിട്ട് കണ്ട ഒരാളാണ്. അത്രയധികം ആത്മസാക്ഷാത്കാരത്തോടു കൂടിയാണ് അവർ ഓരോരുത്തരും അവിടെ നിൽക്കുന്നത്. ഈ 25-ാം തീയതി ആ താക്കോൽ കൂടി കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ ജീവിതത്തിലെ വലിയൊരു ജന്മസാഫല്യമാണ് നടപ്പിലാകുവാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായും സിന്ധൂരി, ഒരു ദുരന്ത ഭൂമിയിൽ നിന്നും അവരെ കൈപിടിച്ചുയർത്തി ഇവിടേക്ക് ടൗൺഷിപ്പിലെ വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ അത് ഒരു സർക്കാരിന് തന്നെ ഏറ്റവും അഭിമാനപൂർണമായ നിമിഷങ്ങളാണ് എന്ന് വേണം പറയാം. അത്രയേറെ വികാരനിർഭരമായ നിമിഷങ്ങളിലൂടെയാണ് ഇന്ന് കടന്നുപോയത്. അവർ 178 കുടുംബങ്ങൾ, അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട 178 കുടുംബങ്ങൾക്കുള്ള ടൗൺഷിപ്പിലെ വീടുകൾ 25-ാം തീയതി കൈമാറും. അതിന് മുന്നോടിയായി ഇന്ന് അവർ തന്നെ ജനാധിപത്യ രീതിയിൽ അവരുടെ വീടുകൾ തെരഞ്ഞെടുക്കുന്ന നറുക്കെടുപ്പാണ് ഇന്ന് നടന്നത്. ഏറ്റവും സുതാര്യമായ രീതിയിൽ സർക്കാർ അതും നടപ്പിലാക്കി എന്നുള്ളതാണ്. മന്ത്രി OR കേളുവിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് അവിടെ നറുക്കെടുപ്പ് നടന്നത്. എല്ലാ മനുഷ്യരും, അതായത് 178 കുടുംബങ്ങളിലെ ആളുകളും അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. നൈസമോളുടെ സാന്നിധ്യവും അതുപോലെ തന്നെ അവ്യക്തിന്റെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ, അവരുടെ അമ്മമാരും മാതാപിതാക്കളും എല്ലാവരും അവിടെ ഏറെ സന്തോഷത്തോടു കൂടിയും ആശ്വാസത്തോടു കൂടിയുമാണ് എത്തിച്ചേർന്നത്. ആ മുഖങ്ങളിലൊക്കെ തന്നെ സന്തോഷത്തിന്റെ പുഞ്ചിരി, അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കണ്ണുനീരാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ആ ദുരന്ത മുഖത്ത് കണ്ട ഏറ്റവും ഒന്നുമില്ലാതെ നിന്ന, ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അറിയാതെ നിന്ന ആ ഒരു മുഖങ്ങളെല്ലാം നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. ഞങ്ങളുടെ മുന്നിൽ ഒരു രക്ഷിതാവുണ്ട്, ഞങ്ങൾക്കൊരു രക്ഷിതാവുണ്ട് എന്നുള്ള രീതിയിൽ സർക്കാരിനെ അത്രയേറെ ആശ്രയിച്ചും വിശ്വസിച്ചും കഴിയുന്ന ജനങ്ങളെയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. അവർ ആ രീതിയിൽ തന്നെയാണ് സർക്കാരിനെ കാണുന്നത് എന്നുള്ളതിൻ്റെ വാക്കുകളാണ് നമ്മൾ അല്പസമയം മുൻപ് കേട്ടതും. സർക്കാരിനെ ദൈവം എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് അവർ മാറുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ആ ഒരു ദുരന്തമുഖത്ത്, ആരുമില്ലാതെ നിന്നിരുന്ന ദുരന്തമുഖത്ത് നിന്നും കൈപിടിച്ച് അവരെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സമാനതകളില്ലാത്ത ടൗൺഷിപ്പിന്റെ നിർമ്മാണം അത് ഒരു തരത്തിലും ഉപമിക്കാനാവാത്ത രീതിയിൽ ലോകോത്തര മാതൃകയിൽ തന്നെ ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനം, വാക്കുകൾ പാലിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ ലോകോത്തര മാതൃകയിൽ തന്നെയാണ്. ഇതുവരെ ഒരു ദുരന്ത ബാധിതരെയും ഇത്രയേറെ സൗകര്യങ്ങളോടുകൂടി ഒരു ടൗൺഷിപ്പിലേക്ക് മാറ്റി താമസിപ്പിച്ച ചരിത്രം ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല. അത്തരമൊരു ചരിത്രത്തിന് കേരളം മാതൃക സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏത് മലയാളിക്കും അഭിമാനിക്കാവുന്ന വിധത്തിൽ ഫെബ്രുവരി 25-ന് 178 നിരാലംബരായ, അന്ന് എല്ലാം നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി ഒരു വീട്, സ്വന്തമായ ഇടം, തൻ്റെ ഇടം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.